യെസ്, ഒരുപാട് സ്നേഹത്തോടു കൂടി എല്ലാവരെയും ദിശ അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്ന് കരുതുകയാണ്. ആൻഡ് ഹോപ്പ് യുവർ പ്രിപ്പറേഷൻ ഇസ് ഗോയിങ് വെൽ ആസ് വെൽ. യെസ്, അപ്പം നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങണോ, അല്ലെങ്കിൽ നമ്മളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തുടങ്ങണോ? ഓക്കെ, നമുക്ക് ആലോചിക്കാം. യെസ്, സത്യം പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ ഇനി അധികം സമയമില്ല അല്ലെ. നമ്മള് എക്സാം ഹാളിലേക്ക് എത്തിപ്പെടാൻ ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഇനിയുള്ള ദിവസങ്ങൾ അത് വളരെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു അല്ലെ, നമ്മളൊരു മോക്ക് ഡ്രിവൻ ഫേസിൽ അല്ലെങ്കിൽ ഒരു ഫൈനൽ ലാപ്പിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ അത് പഠിച്ചില്ലല്ലോ, അയ്യോ ഇത് പഠിച്ചില്ലല്ലോ തുടങ്ങി വെപ്രാളമോ അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റഷോ അല്ല നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. മറിച്ച് കുറച്ചും കൂടി മോക്ക് ഡ്രിവൺ ആയി, ഫോക്കസ് എന്താണ് പറയാ, നമ്മൾ പ്രാക്ടീസ് ഓറിയന്റഡ് ആയി മുന്നോട്ടേക്ക് പോകുക. ധാരാളം പ്ലാറ്റ്ഫോംസ് വീക്കെൻഡ്സിലും മറ്റ് സാധാരണ ദിവസങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് സെക്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഒന്ന് അന്വേഷിച്ചാൽ, ഒന്ന് തിരക്കിയാൽ അതൊക്കെ നമുക്ക് ആ ഫ്രീ ആയിട്ടുള്ള കോണ്ടന്റിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഇവിടെ പ്രധാനപ്പെട്ടത് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള അല്ലെ, നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ ഒരു അറിവ് അതിനെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിന് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മുൻ വർഷങ്ങളിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള, ഏറെ പ്രത്യേകമായി SSC CGL എക്സാമിന് ചോദിക്കപ്പെട്ടിട്ടുള്ള ഏതാനും ചില എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളാണ്. അപ്പം ആ ചോദ്യം സ്ക്രീനിൽ വരുമ്പോ തന്നെ വന്നു കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ചെക്ക് വെദർ യു ക്യാൻ സ്പോട്ട് ദ എറർ ഓൺ യുവർ ഓൺ. നീ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ചെയ്ത ഉത്തരം തെറ്റായി പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം വായിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുകയാണ്. മൂവിംഗ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Yes, the concept, including some problems, were thoroughly discussed by the professor in the classroom. അപ്പൊ ഒറ്റ നോട്ടത്തിൽ ഇവിടെ രണ്ട് സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നാം. ഒന്ന് കോൺസെപ്റ്റും, രണ്ട് പ്രോബ്ലംസും. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള പാർട്ട്. ഇവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നത്. പക്ഷെ കുറച്ചും കൂടി ശ്രദ്ധയോടെ മീനിങ് മനസ്സിലാക്കി നമ്മൾ വായിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് മെയിൻ സബ്ജക്റ്റ്. ഇതാണ് മെയിൻ സബ്ജക്റ്റ്. ഓക്കെ, ഈ ഇൻക്ലൂഡിങ് തുടങ്ങുന്ന ഇൻക്ലൂഡിങ് സം പ്രോബ്ലംസ് എന്നുള്ള ഭാഗം നമ്മൾ അതിനെ വിളിക്കും പാരന്തെറ്റിക്കൽ ഫ്രേസ് അഥവാ അഡീഷണൽ ഇൻഫർമേഷൻ. ഒരു സെന്റൻസിൽ പ്രധാനമായിട്ട് സംസാരിക്കപ്പെടുന്നതിനെയാണല്ലോ ആ സെന്റൻസിന്റെ സബ്ജക്ട് എന്ന് പറയുക. അപ്പം ഒരു കാര്യത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ ആണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുക? അല്ല, മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ, മെയിൻ സബ്ജക്റ്റിനല്ലേ. അപ്പൊ ഇവിടെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആണ്. അത് പ്രകാരം നമുക്കൊരു നിയമമുണ്ടല്ലോ. എന്താ അത്? SVA, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. എന്താ അത്? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടെ വരേണ്ടത് സിംഗുലർ വേർബ്. അപ്പൊ ഇവിടെ കോൺസെപ്റ്റ് ആണ് സബ്ജക്റ്റ് എങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കോൺസെപ്റ്റ് ആണ്, ഒരെണ്ണല്ലേ ഉള്ളൂ, സബ്ജക്റ്റ് സിംഗുലർ. അപ്പൊ സ്വാഭാവികമായും ഈ സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന വെർബ് വേറല്ല, വേറെ പ്ലൂറൽ ആണ്. വേറിന്റെ അനിയൻ ആരാണ്? വാസ്. വാസ് അല്ലേ സിംഗുലർ? അപ്പം വാസ് എന്ന് വരും കേട്ടോ. അപ്പൊ എറർ ഒളിഞ്ഞു കിടക്കുന്നത് ബി പാർട്ടിലാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് പ്രോപ്പർ അല്ലാത്തത്. അവിടെ വേറിന് പകരം വാസ് കടന്നു വരും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നോട്ട് ഓൺലി ദ ഫേമസ് മോണ്യുമെന്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ റൂളർ, ബട്ട് ഓൾസോ സിറ്റി ആഫ്റ്റർ സിറ്റി were raided by him in the battle. ഇപ്പൊ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ആ പ്രസിദ്ധമായിട്ടുള്ള മോണ്യുമെന്റ് മാത്രമല്ല, നഗരങ്ങൾ തോറും ആ ഭരണാധികാരിയാൽ ആക്രമിക്കപ്പെട്ടു, വാസ് റെയ്ഡഡ് അല്ലെ, കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഫ്രേസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രേസ് നമുക്ക് കാണാം. സിറ്റി ആഫ്റ്റർ സിറ്റി. യെസ്, സിറ്റി ഒരു നൗൺ ആണ് അല്ലെ, ഒരു നൗൺ. അതിനുശേഷം വന്നിരിക്കുന്നത് ആഫ്റ്റർ ആണ്. ആഫ്റ്റർ ഒരു പ്രിപ്പോസിഷൻ ആണ്. വീണ്ടും അതേ നൗൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, സെയിം നൗൺ.
ഇതൊരു ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഇങ്ങനെ കൺസ്ട്രക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ യെസ്, ഇതിന് നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. സിംഗിൾ യൂണിറ്റ്. സി, ഒരു നൗണ്, അതിനുശേഷം ഒരു പ്രിപ്പോസിഷൻ, വീണ്ടും അതേ നൗണ് തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്താണ്, അതിനെ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊത്തം യൂണിറ്റ് സിംഗുലർ ആണ്. സിംഗുലർ ആയതിനാൽ അതിനോട് ചേർന്നിരിക്കുന്ന വെർബ് വേറല്ല, വാസ് ആണ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ. അപ്പൊ ഒരു നൗണ് പ്ലസ് പ്രിപ്പോസിഷൻ, വീണ്ടും സെയിം നൗണ് വരികയാണെങ്കിൽ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതിന്റെ കൂടെ വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണേ, അങ്ങനെ ഈ കോമ്പൗണ്ടിനെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുമ്പോൾ ഈ കോമ്പൗണ്ടിനുള്ളിൽ വരുന്ന നൗണും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ സിറ്റീസ് ആഫ്റ്റർ സിറ്റീസ് എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, സിറ്റി ആഫ്റ്റർ സിറ്റി. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ കൂടെ വരുന്ന വെർബ് സിംഗുലർ ആക്കുക, ഒപ്പം ആ കോമ്പൗണ്ടിനുള്ളിലുള്ള നൗണും സിംഗുലർ ഫോമിൽ തന്നെ ആയിരിക്കണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. റൂം ആഫ്റ്റർ റൂം വാസ് ചെക്ക്ഡ്. നമ്മൾ ഈ ഡേ ബൈ ഡേ എന്നൊക്കെ പറയാറില്ലേ, ഡേ ബൈ ഡേ എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ അതാണ് കേട്ടോ. നൗണ്, പ്രിപ്പോസിഷൻ പ്ലസ് സെയിം നൗൺ. യെസ്, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. യെസ്, രജത് ഫെൽറ്റ് overjoyed because one of his acquaintances had told him a very pleasant news in the morning. ഒരു ന്യൂസ് പറഞ്ഞു എന്നല്ലേ, ന്യൂസ് അവന് അക്വൈന്റൻസസ് എന്ന് പറഞ്ഞ പരിചയക്കാരെന്നാണ് കേട്ടോ. പരിചയക്കാരിൽ ഒരാള് അവനോട് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത പറഞ്ഞു. യെസ്, ഈ ന്യൂസ് എന്നുള്ളത് ഇംഗ്ലീഷിൽ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഒരു സംഗതി ഒരു നൗൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കണം. ഒന്ന്, they are always singular. 2, they do not have plural forms. അവയ്ക്ക് പ്ലൂറൽ ഫോംസ് ഇല്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവയുടെ കൂടെ ആർട്ടിക്കിളുകളായിട്ടുള്ള എയും ആനും ഉപയോഗിക്കില്ല. do not use articles a and an. ആരുടെ കൂടെ? അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ. അപ്പൊ ന്യൂസ് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് ഇവിടെ ഇദ്ദേഹത്തിന് സ്ഥാനമുണ്ടോ? വേണ്ട. എ എന്നത് തെറ്റാണ് കേട്ടോ. നമുക്ക് അങ്ങനെ വെരി പ്ലസന്റ് ന്യൂസ് എന്ന് തന്നെ വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ സം എന്ന് വെക്കാം. ഒരു ക്വാണ്ടിഫയർ വേണമെങ്കിൽ സമ്മിനെ നമുക്ക് പരിഗണിക്കാം. ടോൾഡ് ഹിം സം വെരി പ്ലസന്റ് ന്യൂസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഒരിക്കലും എയും ആനും ഉപയോഗിക്കരുത്. നമ്മൾ എ വാട്ടർ എന്ന് പറയും, എ ജ്യൂസ് എന്ന് പറയോ? ഇല്ല, അതൊക്കെ അൺകൗണ്ടബിൾസ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ മറന്നു പോകരുത് കേട്ടോ, ആ 4 പ്രത്യേകതകൾ. യെസ്, Mahesh does not have some money to buy the medicine he urgently needs. അവന്റെ കയ്യിൽ പൈസ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ. ഡസ് നോട്ട്, ഇല്ല, പൈസ ഇല്ല. എന്തിന്? അവന് അർജന്റ് ആയിട്ട് ഒരു മെഡിസിൻ വേണമായിരുന്നു, അത് വാങ്ങാനുള്ള പൈസ അവന്റെ കയ്യിലില്ല. സി, ദിസ് ഇസ് എ നെഗറ്റീവ് സെന്റൻസ് അല്ലെ. നോട്ടിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഒരിക്കലും ഒരു നെഗറ്റീവ് സെന്റൻസിൽ നമ്മൾ സം ഉപയോഗിക്കില്ല, പകരം എനി ആണ് ഉപയോഗിക്കുക. നമ്മൾ പൊതുവെ ഈ സമ്മിനെ, സം വെച്ച് പോസിറ്റീവ് വൈബിന്റെ ആളാണ്, അപ്പൊ പോസിറ്റീവ് സെന്റൻസിലാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് കുറച്ച് പൈസ ഉണ്ടെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് സം മണി. അത്യാവശ്യം ധനമുണ്ട്. എടാ, ഇത് പോസിറ്റീവ് ആണ്, ഇവിടെ നോട്ട് ഇല്ലല്ലോ. അപ്പം എന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോ നോട്ട് ഉപയോഗിക്കുന്ന നെഗറ്റീവ് സെന്റൻസുകളിൽ നമ്മൾ എനി ആണ് ഉപയോഗിക്കുക, സം അല്ല കേട്ടോ. യെസ്, അപ്പൊ ആ ഒരു വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. The poor often
ഡിപ്പെൻഡ്സ് ഓൺ ചാരിറ്റി ഫോർ ദെയർ സർവൈവൽ എസ്പെഷ്യലി ഇൻ എക്കണോമിക്കലി സ്ട്രഗ്ലിംഗ് റീജിയൻസ്. അപ്പം സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന മേഖലകളിലെ പാവപ്പെട്ട ആൾക്കാര് മറ്റേ ഡൊണേഷൻസ് അല്ലെ, എന്താണ്, ചാരിറ്റി ആശ്രയിച്ചാണ് നിൽക്കുന്നത് അല്ലെ. സ്വന്തമായിട്ട് അങ്ങനെ ഒരു വരുമാനം കണ്ടെത്താനുള്ള മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റാരെങ്കിലും തരുന്നതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത്. യെസ്, ഇവിടെ നോക്കി, ദ പുവർ ഓഫൻ ദ പുവർ ഓഫൻ ഡിപ്പെൻഡ്സ് ഓൺ ചാരിറ്റി. സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് നോക്കുക, ഓൺ ചാരിറ്റി ഫോർ ദെയർ സർവൈവൽ. ഇവിടെ പ്ലൂറൽ പ്രോനൗൺ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂറൽ പ്രോനൗൺ ആണ്. അപ്പം പ്ലൂറൽ പ്രോനൗൺ ആണെങ്കിൽ ഇവിടുത്തെ നൗണ് പ്ലൂറൽ ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? എന്നാലല്ലേ അവിടെ പ്ലൂറൽ വരത്തുള്ളൂ. യെസ്, ആണ്. ദ പുവർ എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. മനസ്സിലാക്കുക, അതിന്റെ അർത്ഥം പാവപ്പെട്ടവർ എന്നാണ് കേട്ടോ. പൈസ ഇല്ലാത്തവർ, പാവപ്പെട്ടവർ, ദ പുവർ, പ്ലൂറൽ നൗൺ. അപ്പം സബ്ജക്ട് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? നമുക്ക് കിട്ടി. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ദ പുവർ വന്നിട്ടുള്ളത് പ്ലൂറൽ ആണ്. അപ്പൊ അതിന്റെ കൂടെ വരുന്ന വെർബ് എന്തായിരിക്കണം? ഡിപ്പെൻസ്. ഡിപ്പെൻസ് സിംഗുലർ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് വേണ്ട? എസ് വേണ്ട, ഡിപ്പെൻഡ് മാത്രം മതി. എന്നാലേ ഈ ഒരു വെർബും പ്ലൂറൽ ആവത്തുള്ളൂ. അപ്പം എസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഡിപ്പെൻഡ് എന്ന് മാത്രം മതി. യെസ്, ഇത് വളരെ ക്രേസി ആയിട്ടുള്ള ഒരു റൂൾ ആണ് ഇംഗ്ലീഷിലെ. ഈ പുവർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഒന്ന് കീറി പരിശോധിക്കാം കേട്ടോ. യെസ്, എടാ, ഈ പുവർ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ് അല്ലെ, ഒരു വിശേഷണമാണ്. പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ പാവപ്പെട്ട ഏതൊരാളെ നമുക്ക് പുവർ എന്ന് വിളിക്കാം. ഇംഗ്ലീഷില് ഒരു അഡ്ജക്റ്റീവിന്റെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദാ ചേർക്കുമ്പോ അതെന്തായി മാറും? പ്ലൂറൽ നൗൺ ആയി മാറും. അപ്പം ദാ പ്ലസ് അഡ്ജക്റ്റീവ്, ഇങ്ങനെയാണ് ആ കൺസ്ട്രക്ഷൻ പോകുന്നതെങ്കിൽ അതെന്തായി മാറും എന്നാ പറയുന്നത്? പ്ലൂറൽ നൗൺ ആയി മാറും. ഇപ്പൊ ഉദാഹരണത്തിന് റിച്ച്, ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിച്ചേ. റിച്ച് എന്നല്ല, പൈസയുള്ള, പണക്കാരായിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് അല്ലെ, ഒരു വിശേഷണമാണ്. ഈ അഡ്ജക്റ്റീവിന്റെ കൂടെ ഞാൻ ദാ ചേർക്കുകയാണ്. അപ്പൊ ഇതെന്തായി? ദ റിച്ച്. ഈ ദ റിച്ച് എന്ന് പറയുമ്പോ ഇപ്പോ ഇതിന് അഡ്ജക്റ്റീവിന്റെ സ്വഭാവമില്ല. ഇതെന്തായി മാറി? ഒരു പ്ലൂറൽ നൗൺ ആയി മാറി. പണക്കാർ എന്നർത്ഥമുള്ള, നേരത്തെ പണമുള്ള എന്നായിരുന്നു അർത്ഥം അഡ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോ, ഇപ്പൊ ഇതെന്തായി? ഡെഫിനറ്റ് ആർട്ടും കൂടി ചേരുമ്പോ ദ റിച്ച്, പണക്കാർ അല്ലെ, പ്ലൂറൽ നൗൺ ആയി മാറി. അങ്ങനെ ആയി മാറുമ്പോ ഇവയുടെ കൂടെ വരുന്ന വെർബും പ്ലൂറൽ ആവണം. അപ്പം അത് പുതിയതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പ്രത്യേകം എഴുതിയെടുക്കുക കേട്ടോ നോട്ട്ബുക്കിൽ. യെസ്, അതും പറഞ്ഞ് നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചൂസ് ദി സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എ പ്രിപ്പോസിഷൻ. ഒരു പ്രിപ്പോസിഷൻ ഏറ്റവും കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഓപ്ഷൻ ഈ ഒരു 4 എണ്ണത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. നിങ്ങൾക്ക് ഏതാ തോന്നുന്നേ? ഷീ ഈസ് ഗുഡ് ഇൻ പ്ലേയിങ് ടെന്നീസ്, she is good at playing tennis, she is good on playing tennis, and finally she is good for playing tennis. ഏത് വരും? യെസ്, കറക്റ്റ് ആയിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോകുമ്പോൾ she is good at, ഇതാണ് ശരി കേട്ടോ. അപ്പൊ ഈ ഗുഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് അറ്റാണ്. ഗുഡ് അറ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രേസ് എന്ന് പറയുന്നത്. ഒരു ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ധാരാളം ഫിക്സ്ഡ് കോമ്പിനേഷൻസ് ഉണ്ട്. പ്രിപ്പോസിഷൻ പ്ലസ് വെർബ്, പ്രിപ്പോസിഷൻ പ്ലസ് നൗണ്, അങ്ങനെ അല്ലെ പ്രിപ്പോസിഷൻ പ്ലസ് അഡ്ജക്റ്റീവ്, ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ അതൊരു ഒരു നിശ്ചിത എണ്ണമെങ്കിലും നമ്മൾ കാണാതെ മനസ്സിലാക്കിയിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ചില ഫിക്സ്ഡ് പ്രിപ്പോസിഷൻസ് ഇല്ല, അതെങ്കിലും മനഃപ്പാഠമാക്കുക. അത് എക്സാമിന് ചോദിക്കപ്പെടും. ഓക്കെ, ഗുഡ് അറ്റ്. എന്തിനാ ഗുഡ് അറ്റ് പറയുന്നത്? ഞാൻ ഇന്ന ഒരു മേഖലയിൽ കഴിവുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഒരു മേഖലയിൽ ഞാൻ സമർത്ഥനാണെങ്കിൽ അത് കാണിക്കാനാണ് ഗുഡ് അറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ഫുട്ബോൾ. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ഫുട്ബോൾ. ദാറ്റ് മീൻസ് ഫുട്ബോൾ കളിക്കുന്നതില് ഞാൻ ഭയങ്കര സ്കിൽഡ് ആണ്, ഞാൻ ഭയങ്കര നൈപുണ്യമുള്ള ആളാണ്. യെസ്, രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗുഡ് അറ്റ് എന്ന ഫ്രേസ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ജെറണ്ട് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ING ഫോം ആയിരിക്കണം
ഈ പറഞ്ഞ ഗുഡ് അറ്റ് എന്ന ഫ്രേസിന് ശേഷം ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ കാര്യമാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇത് അപ്പൊ തന്നെ എഴുതിയെടുത്തു കേട്ടോ. ഓരോ ചോദ്യം നിങ്ങളൊരു നോട്ട്ബുക്കും പേനയുമായിട്ട് വേണം എപ്പോഴും ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന് ഇരിക്കാൻ. അത് ഞാൻ പല ക്ലാസ്സുകളിൽ ആവർത്തിച്ച കാര്യമാണ്. യെസ്, എത്രാമതാ നമ്പർ ഇല്ലേ? ഓക്കെ, ഏഴാമത്തെയാണ് അല്ലെ? 5, 6, 7. യെസ്. They did not complete the assignment yet, even though the deadline was yesterday. ഇന്നലെ ആയിരുന്നു ഡെഡ്ലൈൻ എങ്കിലും അവർ ഇതുവരെയും, ഇവിടെ നിങ്ങൾക്ക് yet എന്ന് പറഞ്ഞൊരു ആഡ്വർബിനെ കാണാം അല്ലെ? yet. എന്താ yetന്റെ മീനിങ്? ഇതുവരെയും. അവർ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഈ യെറ്റ്, നെവർ, എവർ, സോ ഫാർ, ടിൽ അല്ലെ അൺടിൽ, അല്ലെങ്കിൽ ഓൾവേസ്, സിൻസ്, ഫോർ, ഇങ്ങനെയുള്ള ആഡ്വേർബ്സ് ഒരു സെന്റൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാ? യെറ്റ്, നെവർ, എവർ, സോ ഫാർ, ടിൽ, അൺടിൽ, ഓൾവേസ്, സിൻസ്, ഫോർ. ഇതൊക്കെയാണ് ഒരു ആഡ്വർബ് ആയിട്ട് ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ ആ എൻറ്റയർ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റിൽ ആയിരിക്കണം. ഭൂരിഭാഗം സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. യെസ്, ഇവിടെ ഏതാ? സിമ്പിൾ പാസ്റ്റ് ആണ് സബ്ജക്ട്. ഇപ്പൊ ഡിഡ് ഒക്കെ വന്നാ, ഇപ്പൊ ഡിഡ് വന്നാല് അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണോ വേണ്ടത്? അല്ല, പ്രസന്റ് പെർഫെക്റ്റ്. എന്താ പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ? സബ്ജക്ട് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ സബ്ജക്ട് ഇവിടെ ഉണ്ട്. അപ്പം ഡിഡിന്റെ അല്ല, ദേ ആയതുകൊണ്ട്, ഇത് നെഗറ്റീവ് ആയതുകൊണ്ടും, ദേ ഹാവ് നോട്ട്, they have not completed the assignment yet. അവർ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പ്രസന്റ് പെർഫെക്റ്റ് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പം എ പാർട്ടിലാണ് എറർ ഇരിക്കുന്നത്. ടെൻസിന്റെ സ്ട്രക്ചർ പ്രോപ്പർ അല്ല എന്നതാണ് ഇവിടുത്തെ കാരണം. ഓക്കെ, യെസ്. കുറച്ച് സ്പീഡിൽ പോവാം അല്ലെ? neither your earnest pleadings, pleadings means അപേക്ഷ കേട്ടോ, അപേക്ഷ, nor your profuse tears. എന്താണ് profuse? profuse എന്ന വാക്കിന്റെ അർത്ഥം പ്രൊഫ്യൂസ്, പ്ലെന്റിഫുൾ എന്നാണ് കേട്ടോ. പ്ലെന്റിഫുൾ. Tears have made me to change my decision. എന്റെ കണ്ണീരും എന്റെ അപേക്ഷയും ഒന്നും എന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല അല്ലെ? അങ്ങനെയാണ് ആ സെന്റൻസിന്റെ പൂർണ്ണ അർത്ഥം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ മെയ്ഡ് എന്നൊരു വെർബ് കാണാം അല്ലെ? മെയ്ഡ് മീ ടു ചേഞ്ച്. അപ്പൊ തെറ്റിതാണ്, ടു ചേഞ്ച് എന്ന് പറയില്ല. മെയ്ഡ് ഒരു കോസേറ്റീവ് വേർബ് ആണ്. നമ്മള് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അല്ലെ, മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നു, മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ പ്രേരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെർബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസേറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഇവിടെ മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എന്ന അർത്ഥത്തിലുള്ള സ്വാഭാവിക അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് ഒരാളെ കൊണ്ട് വേറൊരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന അർത്ഥത്തിലുള്ള കോസേറ്റീവ് വേർബ് ആയിട്ടാണ് മെയ്ഡിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കോസേറ്റീവ് വേർബ് ആയിട്ട് മെയ്ഡിനെ ഉപയോഗിക്കുമ്പോ അതിനുശേഷം രണ്ടാമത് വരുന്ന വെർബ് ഫോമിന്റെ കൂടെ ടു വേണ്ട, മെയ്ഡ് മീ ചേഞ്ച് എന്നാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ടു ചേഞ്ച് എന്ന് പറയില്ല, ചേഞ്ച് എന്ന് മാത്രം മതി കേട്ടോ. ഇത് വേണ്ട, നമുക്ക് അങ്ങ് മായിച്ചു കളഞ്ഞു. have made me change my decision എന്നാണ്. യെസ്. അപ്പൊ കോസേറ്റീവ് വേർബ്സ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ അവനെ കൊണ്ട് എന്റെ കാറ് കഴിയിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിപ്പിച്ചു. I made him write a letter. ഇത് കണ്ടോ? ഈ സെന്റൻസ് കണ്ടോ?
ഇവിടെ ഇതാരാണ്? കോസേറ്റീവ് വേർബ് ആണ്. ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. ഐ മെയ്ഡ് ഹിം എന്ത്? റൈറ്റ് എ ലെറ്റർ. ഒരു ലെറ്റർ ഞാൻ അവനെ കൊണ്ട് എഴുതിപ്പിച്ചു. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പൈസ കൊടുത്തും ഡയറി മിൽക്കൊക്കെ കൊടുത്ത് നമ്മൾ ഈ ഓരോ കാര്യം ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോഴാണ് അങ്ങനെ. സോ അങ്ങനെ കോസേറ്റീവ് വേർബ് ഉപയോഗിക്കുമ്പോൾ ദ സെക്കൻഡ് വേർബ് ഫോം ഷുഡ് ബി V1 അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ടു ചേർന്നിരിക്കുന്ന ക്രിയാരൂപത്തെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്നത്. ടു ഇല്ലാത്ത ക്രിയയുടെ ബേസ് ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബെയർ ഇൻഫിനിറ്റീവ്. കേവലം V1 മാത്രം എഴുതിയത് കേട്ടോ. ഐ മേഡ് ഹിം ടു റൈറ്റ് എന്ന് പറയില്ല. അതേ എറർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദർ ഇസ് നോ നീഡ് ഓഫ് യൂസിങ് ടു. ഓക്കെ, യെസ്. മൂവിംഗ് ഓൺ ടു ദ ninth one. Radhika is both talented as well as dedicated to her work and studies. നമ്മൾ അങ്ങനെയാണോ? രാധിക ടാലന്റഡും ആണ്. രണ്ട് വിശേഷണങ്ങൾ പറയുന്നുണ്ട് രാധികയുടെ. രാധിക ഈസ് ബോത്ത് ടാലന്റഡ്. അടുത്തത് പറയാൻ ആസ് വെൽ ആസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വേണ്ട. ആസ് വെൽ ആസ് വേണ്ട. പകരം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആൻഡ് ആണ്. കാരണം എന്താണെന്നറിയോടാ? ഇപ്പുറത്തെ കരയിൽ ആരാ? ബോത്ത് ആണ് അല്ലെ. ഇപ്പുറത്തെ കര ബോത്ത് ആയതുകൊണ്ട് അപ്പുറത്തെ കരയിൽ ആര് വേണം? ആൻഡ് വേണം. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു കൊറലേറ്റീവ് പെയർ ആണ്. ഈ ബോത്ത് ആൻഡ് എന്ന് പറയുന്നത് ഒരു കൊറലേറ്റീവ് പെയർ ആണ്. ദാറ്റ് മീൻസ് അവയ്ക്ക് പകരം മറ്റൊരാൾ. ഇപ്പം ബോത്ത് ഉപയോഗിച്ചിട്ട് ഈ ആൻഡിന് പകരം വേറൊരാൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. ബോത്ത് ഉപയോഗിച്ചാൽ തൊട്ടിപ്പുറത്ത് എന്ത് തന്നെ ഉപയോഗിക്കണം? ആൻഡ് തന്നെ ഉപയോഗിക്കണം. എന്നാൽ ആ സെന്റൻസ് കറക്റ്റ് ആവത്തുള്ളൂ. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹി ഈസ് ബോത്ത് ഹാപ്പി. അടുത്തത് പറയാൻ എന്ത് വേണം? ആൻഡ് കൈൻഡ്. അവൻ സന്തോഷവാൻ മാത്രമല്ല ദയാലു കൂടിയാണ്. അപ്പൊ ബോത്ത് ഇവിടെ ഞാൻ ഉപയോഗിച്ചു, ആൻഡ് ഇവിടെ ഉപയോഗിച്ചു. അപ്പം ആസ് വെൽ ആസ് അല്ല, ആൻഡ് ആണ്. ബിക്കോസ് ദർ ഇസ് ബോത്ത്. ഫസ്റ്റ് പാർട്ടിൽ എന്തുണ്ട്? ദർ ഇസ് ബോത്ത് അല്ലെ, ബോത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. 10ാമത്തെ ചോദ്യം. ഷീ ഈസ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് who has won the scholarship for outstanding academic performance this year. ഈ വർഷത്തെ മികച്ച അക്കാദമിക എന്താണ് പറയാ പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടികളിൽ ഒരാളാണ് അവൾ അല്ലെ. സി, ഇവിടെ നിങ്ങൾക്ക് ഹൂ കാണാം. ഇതാരാ? നമ്മൾ ഇയാളെ എന്താ വിളിക്കുന്നത്? റിലേറ്റീവ് പ്രോനൗൺ അല്ലെ. ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. സി, റിലേറ്റീവ് പ്രോനൗൺസ് എത്ര തരമുണ്ട്? ഏതൊക്കെയുണ്ട്? പോട്ടെ, എത്ര തരമുണ്ടെന്ന് പറഞ്ഞില്ലേ. ഏതൊക്കെയുണ്ട്? ഹൂ ഉണ്ട്, ദാറ്റ് ഉണ്ട്, ഹൂസ് ഉണ്ട്, ഹൂം ഉണ്ട്, വിച്ച് ഉണ്ട് അല്ലെ. പ്രധാനമായിട്ട് ഒരു 4-5 റിലേറ്റീവ് പ്രോനൗൺസ്. എന്തിനാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറഞ്ഞു തരാം. റിലേറ്റീവ് പ്രോനൗൺസ്, അതായത് ഹൂ, ദാറ്റ്, വിച്ച് ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു നൗണിനോടോ പ്രോനൗണിനോടോ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ചേർത്ത് വെക്കാനാണ്. ഒരു നൗണിനോടോ പ്രോനൗണിനോടോ അതിനെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ കാര്യം ചേർത്ത് വെക്കാനാണ് റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോ നമ്മൾ ഏത് നൗണിനോടാണോ ചേർത്ത് വെച്ചത് ആ നൗണിനോട് ചേർന്ന് പോകുന്ന വെർബായിരിക്കണം ആ റിലേറ്റീവ് ക്ലോസിലുള്ളത്. അപ്പൊ ഇവിടെ സ്റ്റുഡൻസ് അല്ലേ, സ്റ്റുഡൻസ് പ്ലൂരൽ ആണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ഏത് നൗണിനോടാണോ അല്ലെ റിലേറ്റീവ് പ്രോനൗൺ ഏത് നൗണിന്റെ അടുത്താണോ കിടക്കുന്നത് ആ നൗണിനോട് യോജിച്ചു പോകണം റിലേറ്റീവ് ക്ലോസിലെ വെർബ്. അപ്പൊ ഇവിടെ ഹാസ് അല്ല വരിക, ഹാവ്. കാരണം എന്താ? ഇവിടെ പ്ലൂരൽ അല്ലേ, അപ്പൊ ഇവിടെയും പ്ലൂരൽ ആവണ്ടേ. കാരണം എടാ ഇവരോടല്ലേ നമ്മൾ ചേർത്ത് വെക്കുന്നത്. നമ്മളിപ്പോ ഒത്തൊരുമ പോണെങ്കിൽ ഇവിടെയും ശരിയാണ് ഇവിടെയും ശരിയാണോ. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മൾ ഇതിനനുസരിച്ച് ഇവിടെ മാറ്റം വരുത്തണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പ്ലൂരൽ ആയതുകൊണ്ട് ഹാവ് വന്നു കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഇതിനെ ഒറ്റ വാക്കിൽ പഠിക്കാൻ ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാം. സൂത്രമാണ്, ശ്രദ്ധിക്കുക. സി, ഇത് വൺ ഓഫ് ദ ആണ് അല്ലെ. അപ്പം ഇങ്ങനെയാണ് വൺ ഓഫ് ദ പ്ലസ് അതിനുശേഷം ഒരു പ്ലൂരൽ നൗൺ ആണ് വന്നിട്ടുള്ളതെങ്കിൽ, ഇനി അതിനുശേഷം ഹൂ അല്ലെങ്കിൽ ദാറ്റ്, വിച്ച്,
പോലുള്ള ഏതെങ്കിലും റിലേറ്റീവ് പ്രോനോൺ വന്നാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലൂരൽ വെർബാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം. ഇനിയിപ്പോ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക. വൺ ഓഫ് ദായിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ്, അതിനുശേഷം ഒരു പ്ലൂരൽ നൗൺ വന്ന് പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ ഹൂവോ ദാറ്റോ വിച്ചോ ഉണ്ടെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട നിർബന്ധമായിട്ടും മസ്റ്റ് ആയിട്ട് പ്ലൂരൽ വെർബ് ആയിരിക്കും. ഓക്കെ, ഒറ്റയടിക്ക് നമുക്ക് ചിന്തിക്കാം അല്ലെ. യെസ്. By the time I reached the stadium, the match started. കഷ്ടായി പോയി അല്ലേ. ഞാൻ സ്റ്റേഡിയത്തിൽ എത്തുന്നതിന് മുന്നേ അല്ല, ഞാൻ എത്തിയതിന് മുന്നേ മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. ബൈ ദ ടൈം, എത്തിയപ്പോഴേക്കും, ഞാൻ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴേക്കും മാച്ച് തുടങ്ങിയിരുന്നു. സി, രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ്, ടു പാസ്റ്റ് ആക്ഷൻസ്. അങ്ങനെ ഭൂതകാലത്തിൽ കഴിഞ്ഞ രണ്ട് പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോ അതിൽ ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പറയേണ്ടത് ഏതിലാണെന്ന് അറിയാം. ആദ്യം നടന്ന പ്രവർത്തനം പാസ്റ്റ് പെർഫെക്റ്റ് പറയണം. ഇനി രണ്ടാമത് കഴിഞ്ഞ പ്രവർത്തനം സെക്കൻഡ് ആക്ഷൻ നമ്മൾ പറയേണ്ടത് സിമ്പിൾ പാസ്റ്റിലാണ്. ഇനി ആ സെന്റൻസ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ നിയമം നമുക്ക് കിട്ടി. ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ്, രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റ്. ഇനി ഞാൻ ഒരു സെന്റൻസിലേക്ക് തിരിച്ചു പോകുമ്പോ ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ സ്റ്റേഡിയം, ഇതാണ് രണ്ടാമത് നടന്ന പ്രവൃത്തി. ഞാൻ എത്തിയതിന് മുന്നേ തുടങ്ങിയത്. അപ്പം ഞാൻ എത്തിയത് രണ്ടാമതാണ്, അതിന് മുന്നേ പ്രവർത്തനം അല്ലെങ്കിൽ കളി തുടങ്ങിയിരുന്നു അല്ലെ, മാച്ച് തുടങ്ങിയിരുന്നു. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, അപ്പൊ ഇത് കറക്റ്റാണ്. പക്ഷേ ആദ്യം നടന്ന പ്രവർത്തനം പാസ്റ്റ് പെർഫെക്റ്റ് പറയേണ്ടത് കൊണ്ട് നമ്മൾ ദ മാച്ച് ഹാഡ് സ്റ്റാർട്ടഡ് എന്ന് പറയണം കേട്ടോ. ദ മാച്ച് ഹാഡ് സ്റ്റാർട്ടഡ്. ഇവിടെ ഒരു ഹാഡ് വേണം, ഹാഡ് വേണം. അവിടെയല്ല മാറിപ്പോയി. ഇവിടെ ഒരു ഹാഡ് വേണം, കാരണം ഫസ്റ്റ് ആക്ഷൻ ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. യെസ്, ഷീ ഹാഡ് നോട്ട് ടോക്ക്ഡ് ടു മീ സിൻസ് ഷീ അറൈവ്ഡ് ഹോം ലാസ്റ്റ് നൈറ്റ്. അവള് വീട്ടിൽ വന്നതിന്, അവൾ എപ്പോഴോ വീട്ടിൽ വന്നു, വന്ന ആ പോയിന്റ് മുതൽ ഇന്ന് വരെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ അവൾ എന്നോട് മിണ്ടിയിട്ടില്ല. സി, ഇങ്ങനെ ഒരു ടൈം ലൈൻ വരയ്ക്കുകയാണ്. ഇത് പാസ്റ്റ് ആന്ന് വിചാരിക്കുക. ഏതോ ഒരു പോയിന്റിൽ അവൾ വന്നു അല്ലെ, ഷീ അറൈവ്ഡ് അല്ലെ. ഭൂതകാലത്ത് ഏതോ ഒരു പോയിന്റിൽ അവൾ വന്നു. അന്ന് തൊട്ട് ഇപ്പൊ വരെ ടൈം ഓഫ് സ്പീക്കിംഗ്. സി, അവൾ ആ വന്ന സമയം തൊട്ട് ഇങ്ങനെ ഇന്ന് വരെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വരെ അവൾ മിണ്ടിയിട്ടില്ല. അങ്ങനെ ഭൂതകാലത്ത് തുടങ്ങിയ ഒരു പ്രവർത്തനം അത് വർത്തമാന കാലം വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് അവിടെ ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ ഹാഡ് നോട്ട് എന്നല്ല, ഷീ ഹാസ് നോട്ട് ടോക്ക്ഡ് കേട്ടോ. ഹാസ് നോട്ട് ആണ് വരിക, കാരണം അവിടെ ടെൻസ് മാറ്റണം. അത് ഓൾറെഡി കിടക്കുന്നത് ഏതിലാണെന്ന് അറിയോ? ഷീ ഹാഡ് നോട്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. നമുക്ക് അത് വേണ്ട, നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് മതി. കാരണം അതിന്റെ വ്യക്തമായിട്ട് ഇവിടെ ഞാൻ ഒരു വരച്ചു ഇല്ലുസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് else your pride which makes you say such a thing in front of everyone. ഇത് മറ്റൊന്നുമല്ല, നിന്റെ അഹങ്കാരം തന്നെയാണ്. ഇങ്ങനെ ഒരു കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ പറയുന്നത്, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അഹങ്കാരമാണ്. അങ്ങനെ മറ്റൊന്നുമല്ല ഇതാണെന്ന് എക്സ്ക്ലൂസീവ്ലി പറയാൻ നമ്മൾ നത്തിങ് എൽസ്, അതിന്റെ കൂടെ എന്ത് വേണം? ബട്ട് വേണം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ബട്ടില്ല എന്നാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ. ഇറ്റ് ഈസ് നത്തിങ് എൽസ്, ബട്ട് വേണം, ബട്ട്. യെസ്, അപ്പൊ ഇതും ഒരു കൊറലേറ്റീവ് പെയർ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു പെയർ ആണ് കേട്ടോ.
ഉദാഹരണത്തിന് it was nothing else but your എന്നല്ല, മറ്റൊന്നുമല്ല നിന്റെ അഹങ്കാരമാണ്. ഇറ്റ് വാസ് നത്തിങ് എൽസ് ബട്ട് യുവർ അറോഗൻസ്. ഓക്കെ, മറ്റൊന്നുമല്ല നിന്റെ അഹങ്കാരമാണെന്നൊക്കെ പറയാം. എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുമ്പോൾ നത്തിങ് എൽസ് പ്ലസ് ബട്ടാണ് വരിക കേട്ടോ. അപ്പൊ വട്ടില്ലാത്തത് കൊണ്ടാണ്, വട്ടില്ലാത്തത് കൊണ്ടാണ് അവിടെ പ്രശ്നം വന്നത്. യെസ്, 14. whoever performs exceptionally well will be promoted immediately without any further interview or delay. See, ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് തോന്നില്ല, പക്ഷെ കുറച്ചും കൂടി ഒന്ന് വ്യക്തതയോടെ നോക്കിക്കേ. ഹൂ എവർ പെർഫോംസ്, നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഏതാ? ആരാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കിട്ടും? പ്രൊമോഷൻ കിട്ടും എന്നാണ് പറയുന്നത് അല്ലെ. ആരാണോ പ്രവർത്തനം ചെയ്യുന്നത്, അപ്പൊ അതിനെ കുറിച്ചല്ലേ പറയുന്നത്, സബ്ജക്റ്റ് അതല്ലേ. അപ്പം whoever performs exceptionally ഇതൊരു നൗൺ ഫ്രേസ് ആണ്. ഇതെന്താണ്? ഒരു നൗൺ ഫ്രേസ് ആണ്. ഈ നൗൺ ഫ്രേസ് തന്നെയാണ്, ഇത്രയും ഭാഗമാണ് സെന്റൻസിന്റെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണ് കേട്ടോ. പിന്നെ വീണ്ടും ഇവിടെ ഒരു ഹി വേണോ? അപ്പൊ ഇതെന്താണെന്നറിയോ? ഡബിൾ സബ്ജക്റ്റ് ആയി മാറി. ഓൾറെഡി ഞാൻ അവിടെ സബ്ജക്റ്റ് അടയാളപ്പെടുത്തി, പിന്നെ ഈ ഒരു ഹീയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ വന്നാൽ ഡബിൾ സബ്ജക്റ്റ് ആവില്ലേ? ഡബിൾ സബ്ജക്റ്റ് ശരിയാവില്ല. ഓക്കെ, അപ്പം ഹി വേണ്ട, ഇങ്ങനെ തന്നെ മൊത്തം ഒന്ന് വരയിട്ടേക്കാം. ഓക്കെ, ഹി വേണ്ട. whoever performs exceptionally well, ഇവിടം വരെ അതിന്റെ അവന്റെ സബ്ജക്റ്റ് ആണ്, ഇത്രയും ഭാഗം സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇത്രയും സബ്ജക്റ്റ് ആയിട്ട് കരുതുക. പിന്നെ അടുത്തത് വെർബ് പ്ലസ് അങ്ങനെ V3 പാസീവ് സെന്റൻസ് ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു. whoever performs exceptionally well will be promoted. ആരാണോ നന്നായിട്ട് ആരാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അവര് പ്രൊമോട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു സെന്റൻസ് എഴുതാം. whoever wins the competition gets the prize. ആരാണോ കോമ്പറ്റീഷനിൽ ജയിക്കുന്നത് അവർക്ക് എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. whoever wins. അപ്പൊ ഇതാണ് ഇതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സബ്ജക്റ്റ് ഇതാണ്, ഇതിന്റെ വെർബ് ഗെറ്റ്സ്. ഓക്കെ, ഇത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് SVO കണ്ടോ? ഇത്രയും ഭാഗം സബ്ജക്റ്റ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. യെസ്. Hardly he imitates celebrities and politicians during stage performances unless specifically request ചെയ്താൽ മാത്രമേ അവൻ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെ പൊളിറ്റീഷ്യൻസിനൊക്കെ അനുകരിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യില്ല എന്നാണ് അതിന്റെ അർത്ഥം. സി, if a sentence begins with the word hardly, ഹാർഡ്ലിയിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അത് ഇറ്റ് മസ്റ്റ് ബി ഇൻവേർട്ടഡ് സെന്റൻസ്. ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് തലതിരിഞ്ഞ എന്ന് പറയുമ്പോൾ verb comes before the subject. സബ്ജക്റ്റിന് മുന്നേ വെർബ് വരുന്ന രീതിയിൽ തലതിരിഞ്ഞായിരിക്കണം ഹാർഡ്ലിയിൽ തുടങ്ങുന്ന സെന്റൻസിനെ എഴുതേണ്ടത്. അപ്പൊ അത് പ്രകാരം എങ്ങനെ വരണം എന്നറിയോ? ആദ്യം ഹാർഡ്ലി പ്ലസ് ഓക്സിലറി വെർബ്. വെർബ് എന്ന് കൊടുക്കാം. വെർബ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് ആണ്. ഇവിടെ ഒരു കുത്തൊക്കെ ഉണ്ട് കേട്ടോ. സബ്ജക്റ്റ് യെസ്, ഇങ്ങനെ ആയിരിക്കണം അതിന്റെ ഫോർമാറ്റ്. അപ്പൊ നമുക്കറിയാം ഹാർഡ്ലി ഇവിടെ ഉണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഓക്സിലറി വെർബാണ്. അപ്പം ഹി ഇമിറ്റേറ്റ്, ഇവിടെ തന്നെ നമുക്ക് വേഗം തന്നെ എറർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് ഞാനത് എങ്ങനെ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം. എറർ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ഒരിക്കലും ഹി സിംഗുലർ ഇമിറ്റേറ്റ് പ്ലൂറൽ വെർബ് അങ്ങനെ വരില്ലല്ലോ. അപ്പൊ ഇവിടെ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. അപ്പം സബ്ജക്ട് പ്ലസ് V1 അങ്ങനെയല്ലേ? അപ്പൊ ഇതേതാ ടെൻസ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിലെ ഓക്സിലറി ഏതാ? ഹി ആയത് ഒന്നെങ്കിൽ ഡസ് ആണ് അല്ലെങ്കിൽ ഡു ആണ്.
ഇവിടെ ഹി ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, ഡസ്. അപ്പൊ ഇതെങ്ങനെ മാറ്റി എഴുതണം എന്നറിയോ? ഹാർഡ്ലി ഡസ് ഹി, പിന്നെ മെയിൻ വെർബ് ഏതാ? ഇമിറ്റേറ്റ്. ഹാർഡ്ലി ഡസ് ഹി ഇമിറ്റേറ്റ് സെലിബ്രിറ്റീസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് എന്നാണ് വരിക, കാരണം അത് ഇൻവേർട്ടഡ് ഫോം ആണ്. സി ഹാർഡ്ലി ഡസ് ഹി ഇമിറ്റേറ്റ്. ഓക്കെ, ക്ലിയർ? Neither the principal nor the teacher were willing to accept the blame for the incident that occurred last week. കഴിഞ്ഞ ദിവസം എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ കുറ്റം ഏൽക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നാണ്. പ്രിൻസിപ്പളും തയ്യാറാകുന്നില്ല, ടീച്ചറും തയ്യാറാകുന്നില്ല. സി, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കൺസ്ട്രക്ഷൻ, നെയ്തറും നോറും അല്ലെ, നൈദർ നോർ. ഇതൊരു കൺസ്ട്രക്ഷൻ ആണ്, ഇംഗ്ലീഷിൽ ഒരു കൊറലേറ്റീവ് കൺജങ്ഷൻ ആണ്. നൈദർ കൊറലേറ്റീവ് കൺജങ്ഷൻ ആണ്. അപ്പം ഇത്രമാത്രം ശ്രദ്ധിക്കുക, നൈദർ നോർ ഉപയോഗിച്ച് ഒരു സെന്റൻസിനെ ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ the verb should agree with the nearest subject. അപ്പം ഇവിടെ വെർബ്, ഇത് വെർബാണെങ്കിൽ ഇത് വെർബാണ്, അപ്പൊ ഇതിന്റെ അടുത്തുള്ള സബ്ജക്ട് ഏതാ? ടീച്ചർ. ടീച്ചർ ആരാ? സിംഗുലർ. ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് വേറെ വരുവോ? ഇല്ല, വാസ്. മനസ്സിലായോ? ഇത്ര മാത്രം എഴുതാം. നൈദർ നോർ ഉപയോഗിച്ച് ഒരു സെന്റൻസിനെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ആ സെന്റൻസിലെ വെർബിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ അടുത്ത് കിടക്കുന്ന നൗണിന്റെ പോലെ ആയിരിക്കും. അടുത്ത് കിടക്കുന്ന ആള് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, അടുത്ത് കിടക്കുന്ന ആള് പ്ലൂരൽ ആണെങ്കിൽ ആ വെർബും പ്ലൂരൽ ആയിരിക്കും. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന നിയമമാണ്. 17, each of the candidates have submitted the forms to the examination committee before the deadline. See the sentence, subject നോക്കിയേ, subject ഏതാ? each of the candidates. have അല്ല, has. കാരണം ഈ each of എന്ന് പറഞ്ഞ phrase എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. എടാ ഒരുപക്ഷെ അവിടെ each of ഇല്ലാതെ the candidates എന്ന് മാത്രമായിരുന്നെങ്കിൽ ആ പ്ലൂരല് അവിടെ have വന്നേനെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് the sentence begins with the phrase each of സിംഗുലർ ആയതുകൊണ്ടാണ്. അപ്പം കാൻഡിഡേറ്റ്സ് എല്ലാരും ചെയ്തു എന്നല്ല പറയുന്നത്, കാൻഡിഡേറ്റ്സിൽ ഓരോരുത്തരും, സിംഗിൾ പേഴ്സൺ അറ്റ് എ ടൈം ഒരാള് മാത്രമേ പരിഗണിച്ച് പറയുന്നുള്ളൂ, ഓരോരുത്തരും കൊടുത്തു എന്നാണ് പറയുന്നത്. ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് അതിന്റെ മീനിങ്ങിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വേർബ്, സോ ഹാവ് വരില്ല, ഹാസ്. ഓക്കെ, അപ്പൊ ഈച്ച് ഓഫ് ആണെങ്കിൽ കണ്ണുകൂട്ടി നിങ്ങൾ സിംഗുലർ ഉപയോഗിച്ചു, കുഴപ്പമൊന്നുമില്ല. The committee have submitted their report to the higher authorities for final approval. ഇതിന്റെ തെറ്റ് ബി പാർട്ടിലാണ്. ഇവിടെ നോക്കിയേ, the committee എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ് നൗൺ ആണ് അല്ലെ, കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ നമുക്കറിയാം കളക്റ്റീവ് നൗൺസ് ആർ യൂഷ്വലി സിംഗുലർ. പൊതുവെ അവ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ ഒരു കമ്മിറ്റിയല്ലേ ഉള്ളൂ, സിംഗുലർ. ഇത് സിംഗുലർ ആയാല് ഇതിന്റെ ഇവിടെ ഇരിക്കുന്ന വെർബ് ആരായിരിക്കണം? സിംഗുലർ. അപ്പൊ കമ്മിറ്റി ഹാസ്. ഇനി അത് മാത്രമല്ല, തീർന്നില്ല, ആ പാർട്ടി തന്നെ മറ്റൊരു എററും കൂടി ഉണ്ട്, ദയർ. എടാ ഈ കമ്മിറ്റി അവരുടെ എന്ന് പറയോ? കമ്മിറ്റി അതിന്റെ എന്നല്ല പറയാ. ഇവിടെയും ഇതാ കണ്ടോ, ഇറ്റ്സ് കണ്ടോ, ഇറ്റ്സ്. പിന്നെ ചിലർ എന്ത് ചെയ്തു വെക്കറ, ഇറ്റ്സ് ഇങ്ങനെ എഴുതി വെക്കും, ഇതാ ഇങ്ങനെ. ഇത് വലിയൊരു തെറ്റാണ്. ഇറ്റ്സ് ഇങ്ങനെ എഴുതും, അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസിന്റെയോ ചുരുക്ക രൂപമാണ് കേട്ടോ. ഇങ്ങനെ എഴുതിയല്ല, ഇറ്റ്സ് അതിന്റെ എന്നുള്ളത്
എടാ ഇതെല്ലാം സിംഗുലർ ആയിട്ടല്ലേ പോകുന്നത്. സബ്ജക്ട് സിംഗുലർ, വെർബ് സിംഗുലർ, പിന്നെ ഈ പ്രോനൗണിന് മാത്രം എന്താ കൊമ്പ്, അവനെയും സിംഗുലർ ആക്കണം. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് 18 ചോദ്യങ്ങൾ കഴിഞ്ഞു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല അല്ലെ. ഓക്കെ, നമുക്ക് ഇനിയും കുറച്ച് ചോദ്യങ്ങളും കൂടി ബാക്കിയുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് നിർത്തുകയാണ്. പാർട്ട് 2-ൽ ബാക്കി ചോദ്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ടിൽ ദെൻ, ഓക്കെ, ഹാപ്പി ലേണിംഗ്.